ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട ജനമേ, ഇന്ന് അല്പസമയം നിന്റെ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി അവനെ പാടി ആരാധിക്കുവാൻ, അവൻ നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ, നിന്റെ ജീവിതത്തിലെ ഈ നിമിഷം ഒന്ന് മാറ്റിവെച്ചാൽ നിന്റെ ജീവിതത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ഒരാത്മീയ ആനന്ദം, ഒരാത്മീയ അനുഗ്രഹങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സ്തുതി ആരാധനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുവാൻ നിങ്ങളെ ഏവരെയും ഒത്തിരി പ്രാർത്ഥനയോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആകയാൽ നമ്മുടെ ജീവിതം ഏത് തന്നെ പ്രതിസന്ധിയിലാണെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളുടെ മധ്യേയാണ് നീ ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും, പ്രിയ മകനെ, മകളെ, യേശു പറയുന്നു, നിന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ കഷ്ടതകളിലും നിന്റെ അലച്ചിലുകളിലും ഞാൻ നീക്കം ചെയ്ത് നിന്നെ സുസ്ഥിരപ്പെടുത്തും. ഈ ക്രിസ്തുവിനെ ഒന്നറിയുവാൻ, ഈ ക്രിസ്തുവിന്റെ സ്നേഹം ഒന്ന് നുകരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കീർത്തനഗാനം പാടി ദൈവത്തെ ആരാധിക്കാൻ വരിക, ഞങ്ങളോടൊപ്പം ചേരുക. ഈ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വചനഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. 13-ാം സങ്കീർത്തനം 5ഉം 6ഉം വചനം നമുക്ക് കേൾക്കാം. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ആമേൻ. നമ്മളോട് അവിടുന്ന് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഈ അനന്ത സ്നേഹത്തെ, ഈ അതിരറ്റ കരുണയെ നമുക്ക് പാടി സ്തുതിക്കാം. അതിനായി ഞങ്ങളോടൊപ്പം ഈ കീർത്തനഗാനം ഒന്ന് ചേർന്ന് പാടി ദൈവത്തിൻ്റെ സ്നേഹം, ഈ കരുണ നമുക്ക് സ്വന്തമാക്കാം. യേശുവീലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ശാരോണിൻ പനിനീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി.
ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഷാരോണിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകരൻ താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവേടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഷാരോണിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. യേശുവിലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ഷാരോണിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഷാരോണിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ.
ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ നല്ല ദൈവമേ, സർവശക്തരേ, സ്തുതി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പമുള്ള ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും നമ്മുടെ പരാജയങ്ങളുമെല്ലാം ഇതാ നമ്മുടെ ദൈവം നമ്മെ വിടുവിച്ച് ഒരു പുതിയ അനുഗ്രഹം നൽകി, ഒരു പുതുശക്തി നൽകി നമ്മെ അനുഗ്രഹിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം, എന്തും ജീവിക്കുന്ന ദൈവം. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം ദർശിക്കും. ഈ പരിശുദ്ധ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്നേഹവാനേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. നന്ദി 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 നന്ദി. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്ത ഇത്ര നല്ലൊരു ദൈവം, ആ ദൈവത്തെ അറിയുവാൻ പാപത്തെയും പാപത്തിൻ്റെ എല്ലാ കെട്ടുകളെയും അഴിച്ചു നീക്കി നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ ആകാശത്തിനു മധ്യേ ഭൂമിക്കുമിടയിൽ ഒരേ ഒരു നാമം മാത്രം. ആ നാമം യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ ആമേൻ. ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിന്റെ ജീവിതം എത്ര പാപത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിലും, നീ എത്ര തഴക്കദോഷത്തിലാണെങ്കിലും, ക്രിസ്തു എന്ന നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ കെട്ടുകളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം യേശു എന്ന നാമത്തെ നീ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്യും. നിന്റെ ജീവിതത്തിൽ അവൻ കൃപകൾ കൊണ്ട് നിറച്ച് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. ആമേൻ. ഈ വിശ്വാസത്തോടെ, ഈ വലിയ ആഗ്രഹത്തോടെ ഞങ്ങളോടൊപ്പം ഈ ഗാനം ചേർന്ന് പാടി യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അതിനായി നമുക്ക് ആഹ്വാനം നൽകുന്ന ഒരു വചനം നമുക്ക് കേൾക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10ഉം 11ഉം തിരുവചനങ്ങൾ നമുക്ക് ശ്രമിക്കാം. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടി ആണ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ നാവുകളും യേശുവിന്റെ നാമം ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് ഇത്. വീണ്ടും ഒരു തിരുവചന ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. ഹല്ലേലൂയ. അവൻ എല്ലാ സൃഷ്ടികൾക്കും ഉള്ള ആദ്യജാതനാണ്. ആ യേശുവിന്റെ നാമം വിളിച്ചുദ്ഘോഷിക്കുന്ന, ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കീർത്തന ഗാനം നമുക്കൊന്നു ചേർന്ന് പാടാം.
നിറച്ചിടും അനുദിനവും. അവൻ ആലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ. അതേ പ്രിയപ്പെട്ട ജനമേ, അവനാരിലും മതിയായവനാണ്. അവൻ മാത്രമാണ് നമ്മുടെ രക്ഷ. അവൻ മാത്രമാണ് നമ്മുടെ കോട്ട, നമ്മുടെ വിജയം. അവൻ മാത്രമാണ്. അവനാരിലും മതിയായവൻ. രദ്രങ്ങൾ കൊണ്ട് തുറന്നു പാടിക്കേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ്. അതേവൻ ആരിലും മതിയായ ദൈവം. ഇത്ര നല്ല ദൈവം മറ്റേത് ജനതയ്ക്കാണ്? ഓ ഹല്ലേലൂയ, യേശുവേ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഈ പരിശുദ്ധ നാമത്തെ ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. എല്ലാത്തിനെയും വിജയമാക്കുന്ന ദൈവത്തെ ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പാ, നിന്റെ പരിശുദ്ധ നാമത്തെ ഉയർത്തുന്ന ഈ കീർത്തനഗാനത്തിലൂടെ പാടി ആരാധിച്ച ഓരോ ജീവിതങ്ങളെയും നല്ല ദൈവമേ നീ അനുഗ്രഹിക്കണമേ. യേശു എന്ന രക്ഷാകര നാമം വിളിച്ചുയർത്തി പാടി ഉദ്ഘോഷിച്ച ഓരോ ഹൃദയത്തെയും കർത്താവെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃത്വേക ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ആശീർവാദവും നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.